ബിസ്മില്ലാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖാത്തുൻ ജാരിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ജാരിയായ സ്വതക്കകൾ, അതായത് തുടർന്നുകൊണ്ട് ഒരു വട്ടം സ്വതക്ക ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വട്ടം ഈ താഴെ പറയുന്ന കർമ്മങ്ങൾ ചെയ്താൽ, തുടർന്ന് അദ്ദേഹം ആ സ്വതക്ക ചെയ്ത ആൾ മരിച്ചാലും തുടർന്ന് അതിൻ്റെ സവാബ്, അതിൻ്റെ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് താഴെ പറയുന്നത്. വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി, മരിച്ചതിന് ശേഷവും ഖബറിലാണെങ്കിലും പോലും അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന 7 കാര്യങ്ങൾ. സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന. മൻ അല്ലമ ഇൽമൻ, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഇൽമ് ഒരാൾക്ക് പഠിപ്പിച്ചാൽ, അത് മാതാപിതാക്കളാവട്ടെ, ഉസ്താദുമാരാകട്ടെ, ആരുമാകട്ടെ, ഒരാൾക്കൊരു ഇൽമിന് എന്തെങ്കിലും പഠിപ്പിച്ചാൽ അതിൻ്റെ പ്രതിഫലം എന്നും കിട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തത് ഔ അജ്റാ നഹ്റൻ, അല്ലെങ്കിൽ ഒരാൾ ഒരു നാട്ടിൽ വെള്ളമില്ല, ആ വെള്ളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തോട്ടത്തിലോ മറ്റോ നാട്ടുകാർക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ ഒരു പുഴ ഒരുക്കി. അതുണ്ടാക്കാമല്ലോ നമുക്ക്. ചെറിയതായൊരു പുഴ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ആ രീതിയിൽ ആരെങ്കിലും ചെയ്താൽ. ഔ ഹഫറ ബിഇറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്തു ജനങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, ആർക്കുമാകട്ടെ വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു കിണർ കുഴിച്ചു കൊടുത്തു. എന്നാലും അതിൻ്റെ പ്രതിഫലം ആ ഉണ്ടാക്കി കൊടുത്ത ആൾ ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഔ ഗറസ നഖ്ലൻ, അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ മരം നട്ടുപിടിപ്പിച്ചു, തെങ്ങ് നട്ടു, അത് പള്ളിയിലാകട്ടെ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടട്ടെ എന്ന രീതിയിൽ ചെയ്താൽ, അതിപ്പോൾ വീട്ടിൽ തൻ്റെ കുടുംബത്തിനും മക്കൾക്കും മക്കൾക്കും ഉപകാരം കിട്ടാൻ വേണ്ടി വല്യുപ്പ ഉണ്ടാക്കിയതാണെങ്കിലും അതുള്ളിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം ആ നട്ട ആൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഔബന മസ്ജിദൻ, അല്ലെങ്കിൽ ഒരാൾ പള്ളി നിർമ്മിച്ചു, പള്ളി നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ചു, അതിൻ്റെ പ്രതിഫലം ആ പള്ളി നിലനിൽക്കുന്ന കാലഘട്ടത്തോളം, അതിൽ ഇബാദത്തുകൾ ചെയ്യുന്ന കാലഘട്ടത്തോളം ആ മനുഷ്യന് മരിച്ചാലും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരാൾ മുസ്ഹഫിനെ മറ്റൊരാൾക്ക് അനന്തരമായി കൊടുത്തു. മുസ്ഹഫ് സ്വതക്ക ചെയ്തു, ഹദിയ കൊടുത്തു, പള്ളിയിലേക്കോ മദ്രസയിലേക്കോ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉസ്താദുമാർക്ക്, അല്ലെങ്കിൽ ആർക്കുമാകട്ടെ മറ്റൊരാൾക്ക് മുസ്ഹഫിനെ സ്വതക്ക ചെയ്തു. എന്നാൽ ആ മുസ്ഹഫ് ഉള്ള കാലത്തോളം, അതിൽ ഖുർആൻ ഓതപ്പെടുന്ന കാലത്തോളം ഓരോ പ്രതിഫലത്തിനും അതിൻ്റെ മിസ്ല സവാബ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. തൻ്റെ മക്കൾ, അവനവൻ്റെ മക്കൾ, അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, മാതാവാകട്ടെ പിതാവാകട്ടെ, മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് എങ്കിൽ, അതായത് ഇൽമ പഠിപ്പിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ നമ്മളുണ്ടാക്കി വലുതാക്കിയാൽ അതിൻ്റെ സവാബ്, മിസ്ല സവാബ് അവർ ചെയ്യുന്ന എല്ലാ ഇബാദത്തിൻ്റെയും കൂലികൾ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 7 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഏതെങ്കിലും ഒന്ന് അല്ല, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അതിന് സൗകര്യമുള്ളവർക്ക്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ഒന്നുമില്ലേലും പഠിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കണം. മുതഅല്ലിമീങ്ങളെയും മദ്രസ വിദ്യാർത്ഥികളെയും ഉസ്താദുമാരെയും പള്ളിയെയും ഞങ്ങൾ സഹായിക്കണം. അല്ലാഹു തആല ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഖബറിലെത്തിയാലും ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ ജീവിതത്തിൽ നല്ലത് ചെയ്ത അല്ലെങ്കിലും ഇതിൻ്റെ കാരണം കൊണ്ട് മഹ്ശറിയിലെത്തുന്ന സമയത്ത് വലിയ പ്രതിഫലവുമായി അവിടെ എത്തുമ്പോൾ അല്ലാഹു തആല നമ്മൾക്ക് നരകത്തിന് പകരം സ്വർഗം തരും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.